ഹലോ സ്റ്റുഡൻസ്. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺജുഗേറ്റ് ബീം മെത്തേഡാണ്. കോൺജുഗേറ്റ് ബീം നമ്മൾ ഡിഫ്ലക്ഷൻ്റെ കുറേ മെത്തേഡ്സ് നമ്മൾ പഠിച്ചായിരുന്നു. മെക്കോളൈസ് മെത്തേഡ്, ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡൊക്കെ. അപ്പോൾ മെക്കോളൈസ് മെത്തേഡും മൊമെൻ്റ് ഏരിയ മെത്തേഡൊക്കെയാണ് ഡിഫ്ലക്ഷനും സ്ലോപ്പും, ഒരു ബീമിൻ്റെ ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സാണ്. അതിൽ അടുത്ത മെത്തേഡാണ് കോൺജുഗേറ്റ് ബീം മെത്തേഡ്. അപ്പോൾ കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത്, conjugate beam is an imaginary beam of length equal to that of original beam. Conjugate beam എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ബീമാണ് വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഒറിജിനൽ ബീം. ഒറിജിനൽ ബീമിന് ഈക്വൽ ആയിട്ട് എടുക്കുന്ന ഒരു ഇമാജിനറി ബീമാണ് കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത്. ബട്ട് ഫോർ വിച്ച് ദ ലോഡ് ഡയഗ്രാം ഈസ് M/EI ഡയഗ്രാം. അപ്പം ഒരു ഒറിജിനൽ ബീമിനെ നമ്മൾ ഒരു ഇമാജിനറി ബീമായിട്ട് കൺവേർട്ട് ചെയ്തു അതിൽ നിന്ന് ലോഡ് ഡയഗ്രാം വരയ്ക്കുന്നതാണ് കോൺജുഗേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലോഡ് എന്ന് പറയുന്നത്, ഒരു കോൺജുഗേറ്റ് ബീമിൽ ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിന് ഈക്വലാണ്. ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ് ദാറ്റ് ഡിവൈഡഡ് ബൈ EI. എന്നാൽ M/EI എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ലോഡ് അറ്റ് എനി പോയിൻ്റ് ഓൺ ദ കോൺജുഗേറ്റ് ബീം ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ്. ആ ബെൻഡിങ് മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ കണ്ട് നോക്കുകയാണെങ്കിൽ, ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിൻറ്റ് ലോഡ് അറ്റ് സെൻറ്ററിൽ പോയിൻറ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ AB എന്ന് പറഞ്ഞ ഒരു സ്പാൻ കൺസിഡർ ചെയ്യുക, സെൻറ്ററിൽ W ലോഡ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? WL/2. ഇനി അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പം പോയിൻറ്റ് ലോഡ് ആയതുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കിട്ടുന്നത്. അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് WL/4 ആയിരിക്കും. ഇനി ഈ മൊമെൻറ്റ് ഡയഗ്രാം വെച്ച് അതിനെ കോൺജുഗേറ്റ് ബീമിലോട്ട് മാറ്റുവാണ്. സെയിം പോയിൻറ്റഡ് ലോഡ് ആയതുകൊണ്ട് കോൺജുഗേറ്റ് ബീമും ഈ ഫോമിലായിരിക്കും വരുന്നത്. ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിൽ ഓരോ പോയിൻറ്റിലും ആ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബീമിലെ ലോഡ് പോയിൻറ്റ്സ് ഓരോന്നും കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്, അതിന് നമുക്ക് ആ സെൻറ്റർ പോയിൻറ്റിനെ നെയിം ചെയ്തത് C', D' ആണ്. WL/4EI. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺജുഗേറ്റ് ബീം. ഇതതിൻ്റെ ലോഡ് ഡയഗ്രാം എന്ന് പറയും. ലോഡ് ഡയഗ്രാം. അപ്പം ദിസ് ഈസ് ദി കോൺജുഗേറ്റ് ബീം ഡയഗ്രാം. ഇനി നമ്മൾ കണ്ടതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലോഡ് ഓഫ് കോൺജുഗേറ്റ് ബീമിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ലോഡ് ഡയഗ്രാം. ഈ ലോഡ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ഒരു കോൺജുഗേറ്റ് ബീമിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആകുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് ½ BH ആണ്. ദാറ്റ് ഈസ് ½ ബേസ് AB, BH എന്ന് പറയുന്നത് ഈ ഹൈറ്റ് എന്ന് എടുക്കുമ്പോൾ ഈ മൊമെൻറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ½ ഇൻറ്റു ബേസ് AB, L ഇൻറ്റു H എന്ന് പറയുന്നത് WL/4EI. ഹൈറ്റ്, ഈ സെൻറ്റർ ഹൈറ്റാണ്, അല്ലെങ്കിൽ ആ കോൺജുഗേറ്റ് ബീമിൻ്റെ ബെൻഡിങ് എവിടെയാണ് വരുന്നത് അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രയാങ്കിളാണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ½ BH ആണ്. ദാറ്റ് ഈസ് ½ ഇൻറ്റു AB ഇൻറ്റു C', D'. അത് നമുക്ക് WL²/8EI എന്നുള്ള വാല്യൂ കിട്ടും. അപ്പം ടോട്ടൽ ലോഡ് ഓൺ കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത് WL²/8EI. ഇനി അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഓരോ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലോഡിൻ്റെ ഹാഫാണ് റിയാക്ഷൻ അറ്റ് ഈച്ച് സപ്പോർട്ട്, ഓരോ സപ്പോർട്ടിൽ. അപ്പം RA എന്നുള്ളത് കോൺജുഗേറ്റ് ബീം റിയാക്ഷൻ എന്ന് പറയുമ്പോൾ R'(A)യും R'(B) എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലോഡിൻ്റെ ഹാഫാണ്. ദാറ്റ് ഈസ് ½ ഓഫ് WL²/8EI. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് WL²/16EI. ഇനി ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് സപ്പോർട്ട്സ് എയിലും ബിയിലും സ്ലോപ്സ് ഫോം ചെയ്യും. ഡിഫ്ലക്ഷൻ എവിടാണോ ബെൻഡ് ചെയ്യുന്നത് അവിടാണ് ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത്. അപ്പം θA be the slope at A for the given load. അപ്പോൾ നമ്മൾ A പോയിൻ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ B സൈഡാണ് എടുക്കുന്നതെങ്കിൽ θB be the slope at B for the given load. ഇനി YC എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് C ഫോർ ദ കോൺജുഗേറ്റ് ബീമിൻ്റെ ഡിഫ്ലക്ഷനാണ്. θA എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഇനി കോൺജുഗേറ്റ് ബീമിനെ കൺസിഡർ ചെയ്ത് പറയുമ്പം θA എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് A ഫോർ ദ കോൺജുഗേറ്റ് ബീം. θA എന്ന് പറയുന്നത് ഒറിജിനൽ ബീം അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബീമിൻ്റെ ഷിയർ ഫോഴ്സാണ് സ്ലോപ്പ്
തീറ്റ എ എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് എ ഫോർ ദ കോൺജുഗേറ്റ് ബീം ഈസ് ഈക്വൽ ടു തീറ്റ എ. അതെന്ന് പറയുന്നത് റിയാക്ഷനാണ്. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് എ പോയിൻറ്റിലെ റിയാക്ഷനാണ്. ഷിയർ ഫോഴ്സ് അറ്റ് എ ഫോർ കോൺജുഗേറ്റ് ബീമിൻ്റെ സ്ലോപ്പ് തീറ്റ എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റിയാക്ഷൻ ആർ ഡാഷ് എ. ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് എക്ക് ഈക്വലാണ്. ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസ് ഈക്വൽ ടു റിയാക്ഷന് ഈക്വലാണ്. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്ത് വരുന്നു? WL²/60EI. ഇനി വൈ സി എന്ന് പറയുന്നതോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഫോർ ദ കോൺജുഗേറ്റ് ബീം. കോൺജുഗേറ്റ് ബീമിൻ്റെ കേസിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സിയിലുള്ള ബെൻഡിങ് മൊമെൻ്റാണ്. ഇനി ഈ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ സാധാരണ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുന്ന പോലെ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫിഗർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കൺസിഡർ. അപ്പോൾ ഇതാണ് സി ഡാഷ് ഡി ഡാഷ്, ഇത് L/2. അപ്പോൾ ഇതിന് എബൌട്ടായിട്ട് അപ്പം നമുക്ക് ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത് ഇവിടാണ്. YC ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത് ഈ സെൻറ്ററിലാണ്. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി, അപ്പോൾ ഇത് എബൌട്ട് സിക്ക് മൊമെൻ്റ് എടുത്ത് ചെയ്യുന്നതാണ് YC എന്ന് പറയുന്നത്. അപ്പോൾ YC എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഫോർ കോൺജുഗേറ്റ് ബി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയാണ്? റിയാക്ഷൻ RA. അപ്പോൾ എബൌട്ട് സി, ഈ സെൻറ്ററിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്ററിന് എബൌട്ടായിട്ട്, അപ്പം എവിടെയാണോ ഡിഫ്ലക്ഷൻ വരുന്നത് ആ പോയിൻറ്റിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ സി ഡാഷിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ ആർ ഡാഷ് എ ഇൻറ്റു ഡിസ്റ്റൻസ് L/2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആർ ഡാഷ് എ ഇൻറ്റു ഡിസ്റ്റൻസ് L/2. പിന്നെന്താണ് ഇവിടുത്തെ ഇത്രയും ഏരിയയിൽ കറസ്പോണ്ടിങ് ലോഡ്, ഈ എ ഡാഷ് തൊട്ട് സി ഡാഷ് വരെയുള്ള കറസ്പോണ്ടിങ് ലോഡ്, എ ഡാഷ് തൊട്ട് സി ഡാഷ് വരെയുള്ള കറസ്പോണ്ടിങ് ലോഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലുള്ള? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ലോഡ് പോകുന്നത്. ഈ ലോഡ്സ് ആക്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ്. അപ്പം മൈനസ് ലോഡ് എത്രയാണ്? WL/4 ആണ് ഇവിടുത്തെ മൊമെൻറ്റ് വരുന്നത്. അപ്പം ലോഡ് കറസ്പോണ്ടിങ് ടു എ സി ഡാഷ് ഡി ഡാഷ്. അപ്പോൾ ഇത്രയും പാർട്ടാണ് കൺസിഡർ. നമ്മൾ മൊമെൻ്റ് എടുക്കുന്നതിൽ തന്നെ ഇത്രയും പാർട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ലോഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് എത്ര വരുന്നത്? ലോഡ് കറസ്പോണ്ടിങ് ടു എ സി ഡാഷ്. അപ്പം ഹാഫ് ഇൻറ്റു, അത് ട്രയാങ്കിൾ ഷേപ്പിലാണ്, അപ്പം മൈനസ് ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് L/2 ഇൻറ്റു WL/4 EI. അതാണ് അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇത്രയും പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ട്രയാങ്കിളാണ്. ഈ പോയിൻറ്റിനെ എബൌട്ട് ദിസ് പോയിൻറ്റ് നമ്മൾ മൊമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത്രയും പാർട്ടിൻ്റെ കറസ്പോണ്ടിങ് ലോഡാണ്. അപ്പം ഹാഫ് BH എന്ന് പറയുന്നത് ഇത്രയും പാർട്ടിൻ്റെ ഹാഫ് BH എടുക്കുക. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു L/2 ഇൻറ്റു WL/4 EI ഇൻറ്റു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് AC ഡാഷ് D ഡാഷ് ഫ്രം സി. അപ്പം ഈ സിന്ന് ഉള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ്, സി ആണ് നമ്മൾ ബേസ് പോയിൻ്റ് വെച്ചേക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഫ്രം ബേസ് ഇറ്റ് ഈസ് 1/3, ഫ്രം വെർട്ടെക്സ് ഇറ്റ് ഈസ് 2/3. ശരിയല്ലേ? അപ്പം ബേസിൽ നിന്ന് 1/3. അപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മൾ പോയിൻ്റ് എടുത്തേക്കുന്നത് അബൌട്ട് സി ആണ്. അപ്പോൾ സിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1/3. ദാറ്റ് ഈസ് ഇൻറ്റു 1/3 L എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? L/2. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു L/2. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ WL/48 EI.